രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ സൗരാഷ്ട്ര 160 റൺസിന് പുറത്ത്. MD നിതീഷ് 6ഉം ബാബ അപരാജിത് 3ഉം വിക്കറ്റ് നേടി 84 റൺസ് എടുത്ത ജയ് കോഹിലാണ് സൗരാഷ്ട്രയുടെ ടോപ്പ് സ്കോറർ. മഹേഷ് പോലൂരുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. മഹേഷ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിലെ ജയം നിർണായകമാണ്. അത്തരത്തിലൊരു പ്രകടനം തന്നെയാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, അല്ലേ? അനീഷ, തീർച്ചയായും കേരളം അനിവാര്യമായ ഒരു ജയം അനിവാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ കർണാടകക്കെതിരെ ഒരു ഇന്നിംഗ്സ് തോൽവി കേരളം വഴങ്ങിയിരുന്നു. അതോടുകൂടി രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ തന്നെ അത് വല്ലാതെ ആശങ്ക നിർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ സൗരാഷ്ട്രക്കെതിരെ ടോസ് നേടി ആദ്യം ബൌളിംഗ് തെരഞ്ഞെടുത്ത കേരളത്തിന്റെ തീരുമാനം അപ്പടി ശരിയാണ് എന്ന് തോന്നിക്കും വിധം കേരളത്തിന്റെ ബൌളർമാരുടെ മികച്ച പ്രകടനം നമ്മൾ കാണുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് MD നിതീഷിന്റെ പ്രകടനം തന്നെയാണ്. 6 വിക്കറ്റുകളാണ് നിതീഷ് നേടിയത്. നിതീഷ് ഇന്ന് 13 ഓവറാണ് എറിഞ്ഞത്, 20 റൺസ് മാത്രമാണ് വഴങ്ങിയത്. 6 നിർണായക വിക്കറ്റുകൾ നിതീഷ് നേടി. ഒപ്പം തന്നെ ബാബ അപരാജിത് 9.2 ഓവർ അദ്ദേഹം പന്തെറിഞ്ഞു, 16 റൺസ് മാത്രം വഴങ്ങി ബാബ അപരാജിത് 3 വിക്കറ്റ് നേടി. ഏദൻ ആപ്പിൾ ടോം ആണ് ശേഷിച്ച ഒരു വിക്കറ്റ് നേടിയത്. പക്ഷേ ഏദൻ ആപ്പിൾ ടോം നേടിയ വിക്കറ്റ് എന്ന് പറയുന്നത് ജയ് ഗോഹിലിന്റെയാണ്. 84 റൺസ് എടുത്ത് ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയത് ജയ് ഗോഹിലായിരുന്നു സൗരാഷ്ട്രയ്ക്ക് വേണ്ടി. അപ്പോൾ ഏദന്റെ വിക്കറ്റാണ് ഒരു ക്രൂഷ്യൽ വിക്കറ്റ് എന്ന് പറയുന്നത്. ജയ് ഗോഹിലിനെ നേരെ ആകർഷിന്റെ കൈകളിലാണ് ഏദൻ ആപ്പിൾ ടോം എത്തിച്ചത്. ഇന്നത്തെ മത്സരത്തിൽ മറ്റൊരു പ്രത്യേകത, 4 ക്യാച്ചുകൾ വിക്കറ്റ് കീപ്പർ നമ്മുടെ ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ എടുത്തു എന്നുള്ളതാണ്. നിതീഷിന്റെ 3 ക്യാച്ചുകൾ അദ്ദേഹം നിതീഷിന്റെ പന്തിൽ നിന്നും 2 വിക്കറ്റുകൾ അദ്ദേഹം ബാബ അപരാജിതിന്റെ പന്തിൽ നിന്നുമാണ് അദ്ദേഹം ക്യാച്ച് എടുത്തത്. എന്തായാലും ഒരു മികച്ച പ്രകടനം കേരളം നടത്തുകയാണ്. മാത്രമല്ല കേരളത്തിന്റെ മറുപടി ബാറ്റിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആകർഷും ഒപ്പം രോഹൻ കുന്നുമലുമാണ് കേരളത്തിന്റെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കേരളത്തിന് വിക്കറ്റ് നഷ്ടപ്പെടാതെ 20 റൺസ് എന്ന സ്കോറിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 140 റൺസിന്റെ ഒരു വ്യത്യാസമാണ് ഒന്നാം ഇന്നിംഗ്സ് ലീഡിനായി കേരളത്തിനുള്ളത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജയം തന്നെയാകും ലക്ഷ്യം. ആദ്യ ദിനം തന്നെ സൗരാഷ്ട്രയെ പുറത്താക്കാൻ സാധിച്ചു എന്നുള്ളത് കേരളത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അനീഷ.